ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് കുക്കിംഗ് വ്ലോഗാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ കുക്കിംഗ് വ്ലോഗിൽ മോർണിംഗ് 6 to ഈവനിങ് 6 വരെയുള്ള എന്തൊക്കെയാണ് വാട്ട് ഐ ഈറ്റ് ടുഡേ അതാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ വീഡിയോ കുക്കിംഗ് വ്ലോഗാണ്. മോർണിംഗ് 6 to ഈവനിങ് 6 വരെയുള്ള കുക്കിംഗ് വ്ലോഗാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ആൻഡ് ഈവനിങ് സ്നാക്സ്, ഇത് മൂന്നും നമുക്കിന്ന് കണ്ടാലോ. അപ്പോൾ പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കോൺ കൂടി ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് യഥാസമയം ലഭിക്കുന്നതായിരിക്കും. പിന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും ഷെയറും കൂടി ചെയ്തു കൊടുക്കുക. അപ്പോൾ പിന്നെ നമുക്ക് വീഡിയോ കണ്ടാലോ. അപ്പോൾ പിന്നെ നമുക്ക് രാവിലത്തെ പണി തുടങ്ങാം. പിന്നെ തലേന്ന് രാത്രി ഞാൻ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു മാവ്. അപ്പോൾ ഇതിൽ ഞാൻ ഉഴുന്ന് ചേർക്കാതെയാണ് അരച്ചിരിക്കുന്നത്. അരിയും പിന്നെ അവില് കുതിർത്ത് വെച്ചിട്ടോ അല്ലെങ്കിൽ പിന്നെ ചോറോ, ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് കൂട്ടിയാൽ മതി. തട്ടുകട ദോശയുടെ മാവാണിത്. തട്ടുകട ദോശ കണ്ടുണ്ടാവുമല്ലോ, അപ്പോൾ സോഫ്റ്റ് ആയിട്ടിരിക്കും, കട്ടിയിലായിരിക്കും. അധികം പരത്തരുത്, അധികം പരത്താതെ വേണം പിന്നെ ഇത് എന്താ പറയാ ചുട്ടെടുക്കാൻ. നെയ്യോ വെളിച്ചെണ്ണയോ ചേർത്താൽ മതി. ഇപ്പൊ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ തട്ടുകട ദോശയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഒന്ന് അടച്ചു വെക്കുകയാണെങ്കിൽ വേഗം വെന്ത് കിട്ടും. ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ ഞാൻ 2 ദോശ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ദോശക്ക് നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു കടലക്കറിയാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ തേങ്ങ വറുത്തരച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റുള്ള കടലക്കറിയാണ്. പിന്നെ തേങ്ങയും പച്ചമുളകും ഉള്ളിയൊക്കെ ഇട്ടിട്ടുള്ള ഒരു ചമ്മന്തിയും കൂടി ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പൊ രണ്ടും കൂടി അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയത്. ഇനി ഉച്ചക്കത്തെ ലഞ്ച് നമുക്ക് കാണാം. ഉച്ചക്ക് ഞാൻ നല്ല ടേസ്റ്റ് ഉള്ള ചിക്കൻ കറി എന്നും പറയാം, ഗ്രേവി എന്നും പറയാം, എന്തും പറയാം. അപ്പോൾ അത് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിന്റെയൊക്കെ റെസിപ്പി ഞാൻ നേരത്തെ കുറേ ഇട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല. ഇപ്പൊ തക്കാളിയൊക്കെ അരച്ചിട്ടാണ് ഞാൻ ഇതിൽ ചേർത്തിരിക്കുന്നത്. വാങ്ങാവുന്ന നേരത്ത് മല്ലിയിലയും കൂടി ഇട്ടിട്ട് ഞാൻ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ചിക്കൻ കറി കണ്ടാൽ തന്നെ അറിയാലോ, നല്ല കറിയായിട്ട് വന്നിട്ടുണ്ട്. ചിക്കൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും നമുക്ക് വേണ്ടല്ലോ. ഉച്ചയ്ക്കുള്ള സ്പെഷ്യൽ ഇത് തന്നെ ആയല്ലോ ഒരു സ്പെഷ്യൽ. തക്കാളിയൊക്കെ അരച്ച തേങ്ങയൊന്നും ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ. തക്കാളിയൊക്കെ അരച്ചിട്ട് പേസ്റ്റ് പോലെ ആക്കിയിട്ടാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. തക്കാളി ഉള്ളിയൊക്കെ മിക്സിയിൽ അരച്ചിട്ടാണ് ചേർത്തിരിക്കുന്നത്. അപ്പൊ നല്ലൊരു കറിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ റെസിപ്പി വേണമെങ്കിൽ എൻ്റെ ചാനലിൽ കയറി കാണുക. അങ്ങനെ എൻ്റെ ഇന്നത്തെ സ്പെഷ്യൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇത് ഞാൻ 2-3 ദിവസം മുന്നേ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അന്ന് തന്നെ ലോങ് വീഡിയോ പിന്നെ എഡിറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഇടാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ഇന്ന് ഇടുന്നത്. പിന്നെ കോവക്ക ഫ്രൈ, ഇപ്പൊ കോവക്ക മെഴുക്കുവരട്ടിയും ചീരത്തോരനും സാമ്പാറും ഒക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെയായിരുന്നു സ്പെഷ്യൽ. എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം, ഇതൊക്കെ എൻ്റെ ഗാർഡനിൽ നിന്ന് തന്നെ എനിക്ക് കിട്ടിയതാണ്, ചീരയും കോവയ്ക്കയും ഒക്കെ. അപ്പോൾ കുറെ ഗാർഡനിങ് വീഡിയോസ് ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഗാർഡനിങ് ടിപ്പ്, എനിക്ക് അറിയുന്ന ഗാർഡനിങ് ടിപ്പൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പൊ എല്ലാവരും എൻ്റെ ചാനലിൽ ഒന്ന് കയറുക. ഇനി അടുത്തത് ഞാൻ ഈവനിങ് സ്നാക്സ് റെഡിയാക്കുന്നുണ്ട്. അതിനായിട്ട് ഉഴുന്നിന്റെ കൂടെ പച്ചരിയും പിന്നെ ചോറും കൂട്ടി അരച്ചതാണ്. പിന്നെ അതിലോട്ടേക്ക് ഞാൻ കുറച്ച് ഉള്ളി, പച്ചമുളക്, കരിവേപ്പില, മല്ലിയില, വേണമെങ്കിൽ ക്യാരറ്റും കൂടി ചീവി ചേർക്കാവുന്നതാണ്. അതിനുശേഷം ഈ ചൂടായ എണ്ണയിലോട്ടേക്ക് ഇങ്ങനെ ഉരുളകളായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഷേപ്പിന്റെ ഒന്നും ആവശ്യമില്ല, ഇങ്ങനെ ചെറിയ ചെറിയ ഉരുളകളായിട്ട് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇങ്ങനെ ബ്രൗൺ കളർ ആകുന്നത് വരെ എണ്ണയിലിട്ടിട്ട് വേവിച്ചെടുക്കാം. കുറച്ച് വേറെ സാധനങ്ങൾ,
1 ഗ്ലാസ് ഉഴുന്നും 1/2 ഗ്ലാസ് പച്ചരിയിലാണ് ഞാൻ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിന്റെ റെസിപ്പി വേണമെങ്കിൽ ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യാം. വൈകുന്നേരങ്ങളിലൊക്കെ നമുക്ക് ഇത് ഉണ്ടാക്കാം. കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴൊക്കെ നമുക്ക് ചായക്കൊക്കെ നമുക്കിത് പിന്നെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ഉഴുന്ന് ഒരു 2 മണിക്കൂർ കുതിർന്നാൽ മതി. അതിനുശേഷം അരച്ചിട്ട് വേഗം നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പൊ നല്ല ടേസ്റ്റ് ആണ്. ഇതിന് നല്ല എരിവുള്ള പച്ചമുളക് അരച്ച എരിവുള്ള ചമ്മന്തി കൂടെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആണ്, അടിപൊളിയാണ്. ഇതിന്റെ റെസിപ്പി ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യാം. അങ്ങനെ ഈവനിങ് സ്നാക്സും ഇവിടെ റെഡിയായി. ഇതിന്റെ കൂടെ നല്ല തേങ്ങയും പച്ചമുളകും അരച്ച നല്ലൊരു ചമ്മന്തിയും കൂടി ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി ഉള്ളൊക്കെ ഒന്ന് വെന്തോന്നൊക്കെ നോക്കാം. നമുക്ക് ചെറുതായിട്ട് ഇടുന്നതുകൊണ്ട് ഉള്ളൊക്കെ വേഗം വെന്ത് കിട്ടും. ഇതാക്കണ്ടില്ലേ, സ്പൈസി ആയിട്ടുള്ള ചട്നിയാണ് ഇതിന്റെ കോമ്പിനേഷൻ. ഇനി കുറച്ച് നേന്ത്രപ്പഴം എൻ്റെ അടുത്ത് ഉള്ളത് കൊണ്ട് ഞാൻ കുറച്ച് പഴംപൊരിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതിനായിട്ട് മൈദയൊക്കെ നേരത്തെ ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് പഴുത്ത പഴമാണെങ്കിൽ ടേസ്റ്റ് ആയിരിക്കും. ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഇപ്പൊ പഴം ഇതുപോലെ കട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം ഈ മൈദയും പഞ്ചസാരയും ചേർന്ന മിക്സ് ആണ് ഇത്. അപ്പൊ അതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. ഇതിന്റെ ഈ റെസിപ്പിയൊക്കെ ഞാൻ നേരത്തെ എൻ്റെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എൻ്റെ ചാനൽ കാണുന്നവർക്കൊക്കെ അറിയാം, എൻ്റെ വീഡിയോസ് ഒക്കെ കാണുന്നവർക്കൊക്കെ അറിയാം. ഇത് ഞാൻ നേരത്തെ ലോങ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ മൈദയുടെ കൂടെ പഞ്ചസാര മാത്രമേ ചേർക്കാറുള്ളൂ. പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് ഞാൻ മഞ്ഞൾപ്പൊടി ചേർക്കും. അപ്പോൾ അതും ഞാൻ ഈവനിങ് സ്നാക്സിന് ചായക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അതും ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഇന്നത്തെ കുക്കിംഗ് വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. പിന്നെ ഇതുപോലത്തെ ചെറിയ ചെറിയ റെസിപ്പികൾ വേണമെങ്കിൽ നിഷ വൈബ്സ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത നല്ല വീഡിയോയുമായി കാണാം. ബൈ.